സിന്ദൂരരേഖ ഭാഗം 5. നാളെ പണിക്കരെ കാണാൻ പോകുന്ന കാര്യം ഉണ്ണിക്കുട്ടൻ നിന്നോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തി അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചതും മനു തലയാട്ടി. ജ്യൂസ് കുടിക്കാൻ ഉണ്ണിയും അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ എന്തിനാ ഏട്ടന് വേണ്ടി ദാസേട്ടൻ്റെ മോളെ തന്നെ ചൂസ് ചെയ്തത്? മനു ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യനാണെങ്കിലും അവനത് ചോദിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഉണ്ണി ചാടിക്കയറി ചോദിച്ചു. ശേഷം മനുവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കാനും അവൻ മറന്നില്ല. അത് സിമ്പിളല്ലേ, അമ്മാളുവിനെ ആവുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല സ്വഭാവമാണ്, കാണാനും കുഴപ്പമില്ല, പിന്നെ പാവാണ്. ആൻഡ് ഐ തോട്ട് ദാറ്റ് ഷീ വിൽ ബി എ പെർഫെക്റ്റ് മാച്ച് ഫോർ മനു. അമ്മ പറയുന്നത് കേട്ടതും താൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ ഉണ്ണി വളിച്ചൊരു ചിരി ചിരിച്ച് അമ്മയെ നോക്കി തലയാട്ടി കാണിച്ചു. ആ കൂട്ടത്തിൽ അവൻ മനുവിനെ നോക്കി പുഞ്ചിരിക്കാനും മറന്നില്ല. പിറ്റേ ദിവസം പണിക്കരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ മുഹൂർത്തമുള്ളത് ഒരെണ്ണം 2 ആഴ്ച കഴിഞ്ഞുള്ളതും ഒരെണ്ണം 2 മാസം കഴിഞ്ഞുള്ളതുമായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞുള്ള മുഹൂർത്തം തന്നെ തിരഞ്ഞെടുക്കുന്ന അമ്മയെ മനു നോക്കി നിന്നതേയുള്ളൂ. പിന്നീട് അങ്ങോട്ട് എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം എന്നൊരു ഭാവമായിരുന്നു മനുവിന്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖഭാവം കണ്ട് ഉണ്ണി വന്ന് ബി പോസിറ്റീവ് ഏട്ടാ, കല്യാണം കഴിഞ്ഞെല്ലാം ശരിയാവും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ മനുവിന് ദേഷ്യമാണ് വന്നിരുന്നതെങ്കിലും പിന്നീട് അവനും അങ്ങനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് പെണ്ണ് കാണാൻ പോയതിനു ശേഷം ആ കുട്ടിയെ പിന്നീട് ഒരിക്കൽ പോലും മനു കണ്ടിട്ടില്ല. നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഫോണിലൂടെയും സംസാരിച്ചിട്ടില്ല. ഇടയ്ക്ക് അവൻ ആ പെൺകുട്ടിയുടെ പേര് പോലും മറന്നുപോകും. പിന്നെ മനുവിനെ കളിയാക്കുന്ന രീതിയിൽ ഉണ്ണി വന്ന് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് കളിയാക്കി അത് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹത്തിന് വിളിക്കാനുള്ള ആളുകളെയെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു. അത്യാവശ്യം ആഡംബരമായ രീതിയിൽ തന്നെയാണ് വിവാഹം നടത്തുന്നത്. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് ചെറിയ രീതിയിലൊരു നിശ്ചയം നടത്തുന്നുണ്ട്. കല്യാണത്തിന് തലേ ദിവസം ഹൽദി, പിന്നീട് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു റിസപ്ഷൻ. ഇങ്ങനെയൊക്കെയാണ് വിവാഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനു ഇതിനെല്ലാം നോക്കുകുത്തി പോലെ നിന്നു കൊടുക്കുന്നു എന്ന് മാത്രമാണുള്ളത്. അല്ലാതെ ഇതെല്ലാം തീരുമാനിച്ചതുമൊക്കെ ഉണ്ണിയും അമ്മയും ചേർന്നാണ്. അങ്ങനെ നാളെയാണ് നിശ്ചയം. വൈകുന്നേരം ആയപ്പോൾ തന്നെ അത്യാവശ്യം അടുത്ത ഫാമിലി ഫ്രണ്ട്സ്, അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന 1-2 പേരും വീടിനടുത്തുള്ളവരും ഒക്കെ ആയിട്ട് വീട് നിറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് മുഖം കറുപ്പിച്ച് സംസാരിക്കുക എന്ന് കരുതി മനു എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. രാത്രി ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലും അവന് മുറിയിലേക്ക് പോയാൽ മതി എന്ന് തോന്നിപ്പോയി. ഏകദേശം 11 മണി ആകാറായപ്പോഴാണ് മനു മുറിയിലേക്ക് ഉറങ്ങാനായി പോയത്. നാളെ രാവിലെ 11 മണിക്കാണ് നിശ്ചയത്തിൻ്റെ സമയം കുറിച്ച് കിട്ടിയിട്ടുള്ളത്. മനു മുറിയിലേക്ക് കയറി നേരെ അവൻ്റെ ആത്മാവിലേക്കാണ് കയറിപ്പോയത്. അവിടെയുള്ള നിറക്കൂട്ടുകളുടെ ഗന്ധം അവൻ ഉള്ളിലേക്ക് ആഞ്ഞു ശ്വസിച്ചു. തൻ്റെ ശരീരമാകെ ഒരു തണുപ്പ് പടരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. താൻ ഏറെ ആഗ്രഹത്തോടെ തൻ്റെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ചായം പൂശി വരച്ചു തീർത്ത തൻ്റെ അച്ഛൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ അവൻ വന്നു നിന്നു. മൗനമായി തന്നെ തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം അവൻ അച്ഛനുമായി പങ്കുവച്ചു. ഒരുപാട് നേരം ആ ചിത്രത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ചു നിന്നു. അവിടെ ഇട്ടിരിക്കുന്ന കസേരയിലേക്കിരുന്ന് ആ മതിലുകളിലായി വെച്ചിരിക്കുന്ന താൻ വരച്ചു തീർത്ത ഓരോ ചിത്രത്തിലേക്കും അവൻ കണ്ണോടിച്ചു. ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടാകും. എല്ലാ ചിത്രങ്ങളിലേക്കും നോക്കി അവൻ അങ്ങനെ കണ്ണുകൾ അടച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ശബ്ദം വരുന്നത്. എപ്പോഴും മെസ്സേജുകളും കോളുകളും ഒക്കെ ഫോണിലേക്ക് വരാറുണ്ടെങ്കിലും അവൻ അതൊക്കെ എടുത്തു നോക്കുന്നതും റിപ്ലൈ അയക്കുന്നതും ഒക്കെ കുറവാണ്. എങ്കിലും ഒരുപാട് നേരമായിട്ട് ഫോണിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ടെന്ന് കരുതി അവൻ ഫോൺ എടുത്തൊന്ന് നോക്കി. വാട്സാപ്പിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, അതും പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. മെസ്സേജ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ അവൻ ആ മെസ്സേജ് വായിച്ചെടുത്തു. വാട്ട് ദ ഹെക്ക്! മുഖത്തൊരുതരം അയ്യേ എന്ന ഭാവം വരുത്തിക്കൊണ്ടാണ് അവൻ ആ മെസ്സേജ് ഓപ്പൺ ആക്കിയത്. ഒരുതരം ക്രിഞ്ച് ഫീലിംഗ്. ഇതവളായിരിക്കും എന്നവൻ സ്വയം മനസ്സിൽ ചിന്തിച്ചു. ശേഷം മെസ്സേജ് കണ്ടിട്ടും അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഫോൺ എടുത്ത് നേരെ പോക്കറ്റിലേക്കിട്ടു. വീണ്ടും അങ്ങനെ തന്നെ കുറച്ച് സമയം ഇരുന്നു. കുറേ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. ഫോൺ എടുത്ത് സമയം ഒന്ന് നോക്കി. രാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ ഫോണൊന്ന് അൺലോക്കായി. വീണ്ടും സ്ക്രീനിൽ തെളിഞ്ഞു വന്നത് അവളുടെ ഫോണിൽ നിന്ന് വന്ന മെസ്സേജ് ആയിരുന്നു. നോക്കുമ്പോൾ കുറച്ചു മുൻപ് അയച്ച മെസ്സേജ് അവൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് അവൻ എന്തുകൊണ്ടോ വീണ്ടും ദേഷ്യമാണ് തോന്നിയത്. അതേ ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് കുത്തിക്കയറ്റി. മറ്റൊന്നും ആലോചിക്കാതെ ആത്മാവിൻ്റെ വാതിലും അടച്ചു വന്ന് കട്ടിലിലേക്ക് കിടന്നു. കിടന്നത് മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. മനു! വാതിലിൽ തട്ടിയുള്ള അമ്മയുടെ ഉറക്കെയുള്ള വിളിയാണ് അവനെ ഉണർത്തിയത്. ഉറക്കം തെളിയാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തിലാണ് എഴുന്നേറ്റതും. മനു!
അപ്പോഴേക്കും വീണ്ടും അമ്മയുടെ ഉറക്കെയുള്ള വിളി വാതിലിന് പുറത്തുനിന്ന് കേട്ടിരുന്നു. അമ്മ, ഞാൻ വരുവാ, മുഷിച്ചിലൂടെ അവൻ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ വീണ്ടും വാതിലിൽ തട്ടി ആ വിളി തുടർന്നുകൊണ്ടിരിക്കും. അത് പറഞ്ഞ് കട്ടിലിൽ ഒന്ന് എഴുന്നേറ്റിരുന്ന് കയ്യും കാലും ഒന്ന് നിവർത്തി. ശേഷം പോയി വാതിൽ തുറന്നു. എന്താ മനു ഇത്? ഇങ്ങനെ കിടന്നുറങ്ങുവാണോ വേണ്ടത്? താഴെ ആളുകളൊക്കെ വരാൻ തുടങ്ങി, എന്നിട്ട് നീ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന അവൻ ഇടാനുള്ള വസ്ത്രമൊക്കെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അമ്മ അപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ ഫോണിൽ വിളിച്ചു, അതെവിടെ കൊണ്ടേ വെച്ചിരിക്കുവാണ്? അത് ഓഫായിപ്പോയി. പോക്കറ്റിൽ തപ്പി നോക്കി ഫോൺ കയ്യിലെടുത്തോണ്ട് അവൻ പറഞ്ഞു. 11 മണിക്ക് അവിടെ എത്തേണ്ടതാ മനു. അതിനിവിടെ നിന്ന് 9 മണി കഴിയുമ്പോൾ ഇറങ്ങിയാൽ മാത്രമേ എത്തുള്ളൂ. സോ ബി ഫാസ്റ്റ്. വേഗം ഒരുങ്ങാൻ നോക്ക്. ധൃതിയിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അമ്മ താഴേക്ക് പോയിരുന്നു. മനു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കട്ടിലിൽ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. ഒരു നിമിഷം കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ അവനൊന്ന് ചിന്തിച്ചു പോയി. ഏട്ടാ, കട്ടിലിൽ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ണി അങ്ങോട്ടെത്തിയത്. മനു നോക്കിയപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഏട്ടാ, ഞാൻ ഇതിൽ ഏത് ഷർട്ട് ഇടണം? കയ്യിൽ 2 ഷർട്ടൊക്കെ ആയിട്ട് അഭിപ്രായം ചോദിക്കാൻ വന്നിരിക്കുവാണ്. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനു അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. പറയേട്ടാ, ഈ ബ്ലൂ ഇട്ടാൽ ഞാൻ നിൻ്റെ കൂടെ മാച്ചാവും. അത് വേണ്ട, അപ്പോൾ ഈ ക്രീം കളർ തന്നെ ഇടാം അല്ലേ? ഷർട്ട് രണ്ടും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു ആണെങ്കിൽ അത് കേൾക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാത്തതുപോലെ അന്ന് ഇരുന്ന് കളഞ്ഞു. ഏട്ടാ, ഒരഭിപ്രായം പറയ്. ഉണ്ണി നിർത്തിപ്പോകാനുള്ള ഭാവമല്ല. നീ ഏതെങ്കിലും ഇട്ട് പോ. എന്തായാലും ഇത്രയൊക്കെ ഒരുങ്ങിക്കെട്ടി പോകുന്നതല്ലേ. വേണമെങ്കിൽ നീ തന്നെ ചെക്കനായിട്ട് കയറി നിൽക്കുകയും ചെയ്തോ. മനു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അത് വേണ്ട. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്ക്. അങ്ങനെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീയൊന്ന് വേഗം കല്യാണം കഴിച്ച് പോവാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു. ഉണ്ണി പറയുന്നത് കേട്ടതും മനു അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അത്ര പന്തിയില്ലാത്തത് കൊണ്ട് ഉണ്ണി മനുവിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് നീങ്ങി നിന്നുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. നീ റെഡിയാവുന്നില്ലേ? നിന്റെ നീ വിളി കുറച്ച് കൂടുന്നുണ്ട്. അമ്മയോട് ഞാൻ പറയണോ? വേണ്ട, ഞാൻ പൊക്കോളാം. ഏട്ടനൊന്ന് റെഡിയാവാൻ നോക്ക്. മനുഷ്യനൊരു അഭിപ്രായം ചോദിക്കാനും പറ്റില്ല. ഹോ! മനുവിനോട് പറഞ്ഞ് ഉണ്ണി തിരികെ നടന്നു. പോകുന്ന വഴിക്ക് എന്തൊക്കെയോ അവൻ പിറുപിറുത്തോണ്ടാണ് പോകുന്നത്. അങ്ങനെ മടിഞ്ഞു മടിഞ്ഞു നിന്നാണെങ്കിലും ഉടുത്തൊരുങ്ങി 9 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു മയിൽപീലിയുടെ നീല കളറിലുള്ള ജുബ്ബയും മുണ്ടുമാണ് മനുവിൻ്റെ വേഷം. 10:30 കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തി. സംസ്കൃതിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നിശ്ചയം നടത്തുന്നത്. കല്യാണം അമ്പലത്തിൽ വെച്ചുമാണ്. അവിടെ എത്തി വീടിൻ്റെ മുന്നിൽ തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു മുറ്റമുണ്ട്. അവിടെ തന്നെയാണ് പന്തലിട്ടിരിക്കുന്നത്. രാമദാസനും സുധാരയും വന്ന് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. വലിയ താല്പര്യമില്ല മട്ടിലല്ലെങ്കിലും അത് പുറത്ത് കാണിക്കരുതെന്ന് കരുതി മനു എല്ലാവരോടും പുഞ്ചിരിയോടെ തന്നെയാണ് സംസാരിച്ചതും പെരുമാറിയതും. എല്ലാവരും പന്തലിലുള്ള ഓരോ കസേരകളിലുമൊക്കെ ആയിട്ടിരുന്നു. ടെൻഷനുണ്ടോ ഏട്ടാ? ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ എന്നതുപോലെ ഫോണിലേക്ക് നോക്കിയിരുന്ന മനുവിനെ ചൊറിയുന്ന രീതിയിൽ ഉണ്ണി ഒന്ന് ചോദിച്ചു. മനു വെറുതെ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറയാൻ പോയില്ല. അല്ല, ഈ സാധനം ഉപയോഗിക്കാത്ത ഏട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ്. ഫോണിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചതും മനു അതിനും ഉത്തരവൊന്നും കൊടുത്തില്ല. വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. സമയമായി, ചെക്കൻ വന്നോളൂ എന്ന് പൂജാരി പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ ഒറ്റ നിമിഷം കൊണ്ട് മനുവിൻ്റെ നേർക്കെത്തി. അവനാണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയാണ് തോന്നിയത്. എല്ലാവരും നോക്കുമ്പോൾ എന്തോ പോലെ. അവൻ എങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുന്നിലേക്ക് കയറി നിന്നു. പെണ്ണിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. വേണ്ട വേണ്ട എന്ന് എത്ര കരുതിയിട്ടും മനുവിൻ്റെ കണ്ണുകളും എന്തിനോ അങ്ങോട്ട് തന്നെ ഒന്ന് എത്തി നോക്കി. അവൻ്റെ ജുബ്ബയുടെ അതേ നിറത്തിലുള്ള ധാവണിയൊക്കെ എടുത്ത് അവൾ. പൊക്കം അല്പം കുറവാണ്, എങ്കിലും അതിനനുസരിച്ചുള്ള വണ്ണമുണ്ട്. ഒരു സുന്ദരി കൊച്ച്. അവളുടെ കണ്ണുകൾ അവൻ്റെ നേർക്കൊന്ന് പോയി. അപ്പോൾ തന്നെ അത് വെട്ടിച്ചു മാറ്റുകയും ചെയ്തു. മുഖത്ത് ഒരു പുഞ്ചിരിയോടെ വന്ന് അവൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നു. അവൾ അടുത്ത് വന്ന് നിന്നതിന് ശേഷം പിന്നെ അവൻ അവളെ നോക്കാൻ പോയില്ല. പൂജാരി ഓരോ ജപങ്ങൾ ഉച്ചരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൻ ഇടം കണ്ണാലെ അവൾ എന്ത് ചെയ്യുകയാണ് എന്ന് നോക്കി. അവൾ കണ്ണുകളടച്ച് കൈ കൂപ്പി നിൽക്കുകയാണ്. മോതിരങ്ങളെടുത്ത് പ്രാർത്ഥിച്ച് അതാദ്യം മനുവിന് നേരെ നീട്ടി. അവനത് കയ്യിലേക്ക് വാങ്ങി. ശേഷം അവൾക്ക് നേരെയും. ഇനി പരസ്പരം പ്രാർത്ഥനയോടെ മനസ്സിൽ മറ്റൊരു ദുഷിപ്പുകളും മോശം ചിന്തകളും ഇല്ലാതെ പരസ്പരം കൈമാറിക്കോളൂ. പൂജാരി പറഞ്ഞതും മനു അവൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴാണ് അവൻ അവളുടെ മുഖം ശരിക്കൊന്ന് കാണുന്നത് തന്നെ. അത്രയും അടുത്ത് അവളെ ആദ്യമായിട്ടാണ് കാണുന്നത്. മോതിരം ഇട്ട് കൊടുക്കുക. വീണ്ടും പൂജാരിയുടെ ശബ്ദം. മനു ഒന്നും നോക്കാതെ വേഗം തന്നെ അവളുടെ ഇടത് കൈ പിടിച്ചു വാങ്ങി മോതിരവിരലേക്ക് തൻ്റെ പേര് കുത്തിയ മോതിരം ഇട്ട് കൊടുത്തു. അതിനുശേഷം അവൾ അവൻ്റെ കയ്യിലും തൻ്റെ പേര് കുത്തിയ മോതിരം ഇട്ട് കൊടുത്തു. രണ്ടുപേരും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. ആദ്യം അമ്മയുടെ അനുഗ്രഹമാണ് വാങ്ങിയത്.
അതിനുശേഷം ദാസിൻ്റെയും സുധാരുടെയും അനുഗ്രഹം വാങ്ങി. ചെറിയ രീതിയിലുള്ള പരിപാടിയാണെങ്കിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പന്തലിൻ്റെ ഏറ്റവും മുന്നിൽ ഒത്ത നടുക്കായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. അവിടെ തന്നെ ഇട്ടിരിക്കുന്ന സോഫയുടെ അറ്റത്തേക്ക് രണ്ടുപേരും ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തർ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് കയറി വരാൻ തുടങ്ങി. പിന്നീട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോഗ്രാഫർമാർക്ക് രണ്ടുപേരും മാത്രമുള്ള ഫോട്ടോ എടുക്കണമെന്നായി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.